ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഡേറ്റ്സ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കുടനെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിവിടെ 250 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി കുരു കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 8 ഗാർലിക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, കടുക്, വറ്റൽമുളക് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളുടെ അളവുകളെല്ലാം അച്ചാറുണ്ടാക്കുന്ന സമയം പറഞ്ഞു തരാം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായ ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് വഴറ്റുക. ഇഞ്ചിയുടെ പച്ചമണം മാറി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എന്നിവയിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുക. ഒന്നിളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ശർക്കര വേണേലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഡേറ്റ്സിൻ്റെ വലിയ പോർഷൻ ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളം കുറവാട്ടോ. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നിളക്കിയതിന് ശേഷം 10 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കാം. ഡേറ്റ്സ് നന്നായി വേവട്ടെ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അരപ്പെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം കട്ട് ചെയ്ത് വെച്ച ചെറിയ പോർഷൻ ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കുക. വെള്ളമെല്ലാം വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഡേറ്റ്സ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് തണുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു.